കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പവർ വിഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഉപവാസ പ്രാർത്ഥനയുടെ 10-ാമത്തെ ദിവസം ദൈവത്തിൻ്റെ വിശുദ്ധ വചനവുമായി ദൈവജനത്തിന് മുൻപാകെ നിൽക്കുവാൻ കർത്താവ് എനിക്ക് നൽകിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷകളിലൂടെ ലീഡ് ചെയ്യുന്ന ദൈവദാസന്മാർ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുന്ന കൊയർ, എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നിങ്ങളോട് പങ്കുവെക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ നൽകിയ ഒരു വേദഭാഗം മീഖ പ്രവചനം 7-ാം അധ്യായമാണ്. വിശേഷിച്ച് അതിൻ്റെ 15-ാമത്തെ വാക്യം, അതിൻ്റെ 7-ാം വാക്യം, 2 വാക്യങ്ങൾ ദൈവജനത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. മീഖ പ്രവചനം 7-ാം അധ്യായം 15-ാം വാക്യവും അതിൻ്റെ 7-ാമത്തെ വാക്യവും. നീ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട കാലത്തെന്ന പോലെ ഞാൻ അവനെ അത്ഭുതങ്ങൾ കാണിക്കും. 7-ാം വാക്യം, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 10-ാമത്തെ ദിവസം വളരെ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മീഖ പ്രവാചകനോട് ചേർന്ന് ഇന്ന് രാവിലെ എത്ര പേര് ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ പ്രതീക്ഷയോടെ ആ വാക്യം ഏറ്റുപറയും, വിശ്വാസത്തോടെ ആ വചനം ഏറ്റുപറയും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. പ്രൈസ് ദ ലോർഡ്. അതൊരു വലിയ ധൈര്യമാണ്. ദൈവജനത്തെ സംബന്ധിച്ച് നമ്മളൊരു പരീക്ഷണം നടത്തുന്നവരല്ല പ്രാർത്ഥനാ മുറിയിൽ, മറിച്ച് നമുക്കൊരു നല്ല ഉറപ്പുണ്ട്, നമുക്കൊരു നല്ല ധൈര്യമുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഈ രാവിലെ ഈ വേദഭാഗത്ത് നിന്ന് പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പ്രേരണ നൽകിയ ചില ചിന്തകൾ ദൈവജനത്തോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിൽ വളരെ ശ്രദ്ധേയനായ ഒരു പ്രവാചകനായിരുന്നു മീഖ പ്രവാചകൻ. ഏതാണ്ട് BC 740 മുതൽ 687 വരെയുള്ള കാലഘട്ടത്തിൽ ആഹാസ, യോഥാം, ഹിസ്കിയാവ് എന്നീ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു പ്രവാചകൻ. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിൻ്റെ സമകാലികനായിരുന്നു വലിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ എണ്ണപ്പെട്ട യെശയ്യാവ് എന്ന പ്രവാചകൻ. വളരെ ശ്രദ്ധേയമായ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടി വന്ന ഒരു കർത്തൃദാസൻ. 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ സത്യത്തിൽ ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ എല്ലാ അവസ്ഥകളിലൂടെയും കടന്നുപോയ നമ്മിൽ ഒരുവനെ പോലെ സമൂഹത്തിൻ്റെ തിന്മകൾ കണ്ട്, പുഴുക്കുത്തുകൾ കണ്ട്, തകർച്ചകൾ കണ്ട് വേദനപ്പെടുന്ന ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ മീഖ പ്രവാചകനെ കാണുന്നത്. അതുകൊണ്ടാണ് 7-ാം അധ്യായം അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ഒരു അയ്യം വിളിയോടുകൂടെയാണ്. എനിക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ്. സത്യത്തിൽ ആ പ്രവചനത്തിൻ്റെ പൂർണ്ണമായ പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ ദൈവജനത്തിന് വന്നിട്ടുള്ള അപജയങ്ങൾ, ദൈവമക്കൾക്ക് വന്നിട്ടുള്ള ഭക്തിരാഹിത്യങ്ങൾ, ആത്മീയ ലോകത്തെ അപജയങ്ങൾ, സമൂഹത്തിൽ വന്ന പുഴുക്കുത്തുകൾ, അവിടെ സംഭവിച്ചിട്ടുള്ള അപജയങ്ങളെല്ലാം ഈ മനുഷ്യന്റെ ഹൃദയത്തെ ആഴത്തിൽ വേദനിപ്പിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ നിലവിളി ദൈവസന്നിധിയിൽ ചെയ്യുന്നത്. ഞാൻ ഇന്ന് പകൽ ദൈവമക്കളോട് പറയുന്നു, സഹോദരങ്ങളെ, ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരെക്കാൾ ഹൃദയവേദനയോടെ, ഹൃദയത്തിന്റെ നൊമ്പരത്തോടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് ഇന്ന് പകലും അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും എന്ന് ഈ വിശുദ്ധ വചനം നമുക്ക് നല്ല ഉറപ്പ് നൽകുകയാണ്. മീഖ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ച 7-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഞാനിവിടെ ഉദ്ധരിച്ച വാക്യം, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ദൈവത്തിന് സ്തോത്രം. പ്രതിസന്ധികളുടെ നടുവിൽ പ്രാർത്ഥന അവസാനിപ്പിച്ചവരുണ്ട്. ഇനി ദൈവത്തെ കാത്തിരിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ച യഹോരാമിനെ പോലെയുള്ള രാജാക്കന്മാരെ നാം ഇസ്രയേലിന്റെ ചരിത്രത്തിൽ കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇനി ദൈവം തൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിസ്സംഗതയുടെ ആത്മാവിൽ തൻ്റെ തലമുറകളെ കുറിച്ചുള്ള ദൈവിക ദൂതിന്റെ മുമ്പിൽ ആമേൻ നിസ്സംഗത പാലിച്ച ഏലി പുരോഹിതനെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഒരാശയ്ക്കും വകയില്ലാത്ത സാഹചര്യങ്ങളുടെ നടുവിൽ മീഖ പറയുന്നത്, ഞാൻ പ്രാർത്ഥന നിർത്തുകയാണ്
മാറ്റുകയല്ല, പ്രാർത്ഥനാ മുറി അടച്ചിടുകയല്ല. ഇതിന് നടുവിൽ എൻ്റെ രക്ഷയുടെ ദൈവത്തോട് ഞാൻ വിളിച്ചപേക്ഷിക്കും. കാരണം ഞാൻ സേവിക്കുന്ന ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് ആ ഉറപ്പുണ്ട്, ആ അനുഭവമുണ്ട്. നാം സേവിക്കുന്ന ദൈവം, നാം പ്രാർത്ഥിക്കുന്ന ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമാണ്. യാചനകൾക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമാണ്. 7-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. 2-ാം വാക്യം മീഖായുടെ നിലവിളിയുടെ കാരണം പറയുകയാണ്. ഭക്തിമാൻ ഭൂമിയിൽ നിന്ന് നശിച്ചു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യരുടെ ഇടയിൽ നേരുള്ളവൻ ആരുമില്ല. അവന്റെ ഹൃദയത്തെ വേദനിപ്പിച്ച ഒരു കാര്യം അതാണ്. ദൈവത്തിന് സ്തോത്രം. ആത്മീയ ലോകത്തെ അപജയങ്ങൾ വേണമെങ്കിൽ പ്രാർത്ഥന നിർത്താൻ അവനെ പ്രേരിപ്പിക്കാം. ഭക്തന്റെ നാശം കണ്ട് വേണമെങ്കിൽ കുറ്റം പറയാൻ ആ സമയം അവൻ ഉപയോഗിക്കാം. വീണുപോയവരുടെ വീഴ്ചയെക്കുറിച്ച് വർണ്ണിക്കാൻ ഇന്ന് പലരും ശ്രമിക്കുന്നത് പോലെ മീഖാ ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല, അതവന്റെ ഉള്ളത്തെ വേദനിപ്പിച്ചിട്ട് അവൻ പറയുന്നു, ഇതിന് നടുവിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം 10 പേരോട് അവൻ വീണവരുടെ ചരിത്രം വിളമ്പുകയല്ല, അവൻ പരാജയപ്പെട്ടവന്റെ പരാജയത്തിന്റെ അവൻ ആഘോഷം നടത്തുകയല്ല, മറിച്ച് ഞാനോ യഹോവയിങ്കലേക്ക് നോക്കും. ഇന്ന് രാവിലെ ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളെ, പ്രതിസന്ധികളുടെ നടുവിൽ, അനേകരുടെ തകർച്ചകളുടെ നടുവിൽ ആഘോഷിക്കാനുള്ള സമയമല്ലിത്. കരയാനും പ്രാർത്ഥിക്കാനും ദൈവത്തെ വിളിച്ചപേക്ഷിക്കാനും ദൈവം തന്നെ ജനത്തിന്റെ ഇടയിൽ, സഭയുടെ ഇടയിൽ ദൈവം ചിലരെ അന്വേഷിക്കുകയാണ്. ഹൃദയവേദനയോടെ, കർത്താവേ ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല നാളിനെ മടക്കി തരണമെന്ന് ഉള്ളം നൊന്ത് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരെ ദൈവത്തിന് ഇന്നും ആവശ്യമുണ്ട്. അവനെ വേദനിപ്പിച്ച ഘടകം, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വേഗം മുമ്പോട്ട് വരുന്നു. 3-ാം വാക്യം അവനെ അസ്വസ്ഥപ്പെടുത്തിയ 2-ാമത്തെ ഘടകം എന്താണെന്നറിയാമോ? ദേശത്ത് നടമാടുന്ന കൈക്കൂലിയുടെയും അഴിമതിയുടെയും ചിത്രം അവനെ വേദനിപ്പിച്ചു. നമ്മളെല്ലാം ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ആ സമൂഹത്തിന്റെ ജീർണത കാണുമ്പോൾ, പരാജയം കാണുമ്പോൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന എത്ര ആളുകളുണ്ട്? ഇനി പ്രാർത്ഥിച്ചിട്ടൊരു കാര്യവുമില്ല, ഇങ്ങനെയെല്ലാം നശിച്ചു പോകുകയുള്ളൂ, ഇതിങ്ങനെയൊക്കെ അവസാനിക്കുകയുള്ളൂ എന്ന് പറയാൻ പിശാച് നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, നാം ഒരു ദൈവസഭയെ ദൈവം ആക്കി വെച്ചത് ഈ ഭൂമിയിലാണ്. നാം ഒരു സമൂഹത്തിന്റെ ഭാഗമാണ്. അതിൻ്റെ അകത്ത് നടക്കുന്ന അപജയങ്ങളുടെ നടുവിൽ അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കാതെ അതിനെതിരെ പ്രതികരിക്കുവാനും പ്രാർത്ഥനയിൽ പോരാടുവാനും ദൈവത്തിന് ഇന്നും ചില മനുഷ്യരെ ആവശ്യമുണ്ട്. ദൈവത്തിന് ചില മനുഷ്യരെ ആവശ്യമുണ്ട്. ഇനി 4-ാം വാക്യം, 5-ാം വാക്യം, സമൂഹത്തിൽ കൂട്ടുകാരനെ വിശ്വസിക്കരുത്, നിന്റെ സ്നേഹിതനിൽ ആശ്രയിക്കരുത്. ബന്ധങ്ങൾ ശിഥിലമായൊരു കാലഘട്ടം. സ്നേഹിതരെയും കൂട്ടുകാരെയും അയൽക്കാരെയും നമ്പാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് മീഖാ ജീവിച്ചത്. പക്ഷെ അതിന് നടുവിലും അവൻ നിരാശപ്പെട്ടില്ല. 6-ാം വാക്യം നോക്കുക. കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയാണ് അവന്റെ കൺമുമ്പിൽ അവൻ കാണുന്നത്. അപ്പനെയും അമ്മയും തമ്മിലുള്ള കലഹങ്ങൾ, അപ്പനെയും അമ്മയും വിശ്വസിക്കാത്ത മക്കൾ, മക്കളെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത മാതാപിതാക്കൾ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കൾ എന്ന പ്രവാചകൻ പറയുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന എല്ലാ കാഴ്ചകളും മീഖായുടെ കാലത്തുമുണ്ട്. സ്തോത്രം. ഭക്തന്മാരുടെ നാശം ഒരു വശത്ത്, മറുവശത്ത് സമൂഹത്തിൽ നടമാടുന്ന അഴിമതിയുടെയും കൈക്കൂലിയുടെയും കാഴ്ചകൾ, മറുവശത്ത് സ്നേഹിതരിലും അയൽക്കാരനിലും ആശ്രയിക്കാൻ കഴിയാത്ത, ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാഴ്ച. അതിനും അപ്പുറത്ത് തകരുന്ന കുടുംബ ബന്ധങ്ങൾ അനേകരുടെ നൊമ്പരമായി മാറുമ്പോൾ ഇതിന് നടുവിൽ അവൻ പറഞ്ഞത്, ഇനി ദൈവത്തെ വിളിച്ചിട്ട് കാര്യമില്ലെന്നല്ല, ഇതൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലും ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അതാണ്. 7-7 ഞാനോ യഹോവയിങ്കലേക്ക് നോക്കും. ഇന്ന് രാവിലെ ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്കറിഞ്ഞുകൂടാ നിങ്ങളൊക്കെ നേരിടുന്ന അവർ പ്രശ്നങ്ങൾ, ഇതിനകത്തുള്ളത് പലതും നമ്മുടെയും ജീവിതത്തിന്റെ ഭാഗമാണ്. ചിലര് കുടുംബ ബന്ധങ്ങളുടെ ശൈഥില്യം നിമിത്തം ഹൃദയവേദനയോടെ വന്നിട്ടുള്ളവരുണ്ട്. പവർ വിഷൻ ചാനലിലൂടെ ലോകത്തിന്റെ നാനാഭാഗത്തിരുന്ന് ഈ ശബ്ദം കേൾക്കുന്ന എന്റെ ശ്രോതാക്കളോട് ഞാൻ പറയുന്നു, നിങ്ങളിൽ ചിലരെങ്കിലും അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളാണ്
മീഖ തന്റെ കാലത്ത് അഭിമുഖീകരിച്ചത്. ചിലര് ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളുടെ നടുവിൽ എല്ലാം മതിയാക്കാമെന്ന്, എല്ലാം അവസാനിപ്പിക്കാമെന്ന്, ഇനി പ്രാർത്ഥിച്ചിട്ടും പ്രയോജനമില്ലെന്ന് സ്വയ വിധി എഴുത്തിലേക്ക് വരുമ്പോൾ ഇന്ന് രാവിലെ വചനം നൽകുന്ന ഒരു വലിയ പ്രതീക്ഷ ഞാൻ ദൈവമക്കളോട് പറയുന്നു. അതാണ് 7:15 വാക്യം നിങ്ങളെ ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥിക്കുന്നവന് പ്രാർത്ഥനയുടെ മറുപടിയായി ഒരു വലിയ വാഗ്ദത്തം ദൈവം നൽകുന്നു. എന്താണ് ആ വാഗ്ദത്തം എന്ന് ശ്രദ്ധിച്ചോ നിങ്ങൾ? ആ വചനം വായിക്കുമ്പോഴെല്ലാം എൻ്റെ അകത്ത് ഒരു വലിയ പ്രതീക്ഷ, ഒരു വലിയ ആവേശം, ഒരു വലിയ ധൈര്യമുണ്ട്. ദൈവം പ്രവാചകനോട്, തൻ്റെ ജനത്തോട് സംസാരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, പ്രതിസന്ധികളുടെ നടുവിൽ പ്രാർത്ഥിക്കാൻ മനസ്സുവെച്ച ദൈവ പൈതലേ, നീ ലജ്ജിച്ചു പോകയില്ല. കാരണം ആ വാക്യത്തിന്റെ സാരാംശം ഇതാണ്: I will show you wonders as in the days when you came out from the land of Egypt. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട കാലത്ത് നിങ്ങൾ കണ്ട, നിങ്ങളെ ഞാൻ കാണിച്ച, നിങ്ങളുടെ ഇടയിൽ ഞാൻ ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ ഇനിയും കാണിക്കാം. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? പ്രവർത്തിച്ച് തേഞ്ഞു പോയ ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം. പ്രവർത്തിച്ചും മടുത്തുപോയ ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം. ഇന്നലത്തെ ചരിത്രം പറഞ്ഞ ആവേശം പറയുന്ന ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം. ഇന്നലെ ചെയ്തത് ഇന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, ഇന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചെയ്യാൻ കൊതിക്കുന്ന ഒരു ദൈവം. സത്യത്തിൽ ആ വാക്യത്തിനകത്ത് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് നമ്മൾ കാണുന്നുണ്ട്. എന്താ ദൈവം പറയുന്നത്? മിസ്രയീമിൽ നിന്ന് നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും പുറപ്പെട്ട കാലത്ത് അവരെ ഞാൻ കാണിച്ച അത്ഭുതങ്ങളുണ്ടല്ലോ, അത് ചരിത്രത്താളുകളിൽ അവസാനിക്കാനുള്ളതല്ല, അത് ആവർത്തിക്കാൻ എനിക്കിന്നും കഴിയുമെന്നാണ് ദൈവം പറയുന്നത്. പെന്തക്കോസ്തിന്റെ ഇന്നത്തെ തലമുറയോട് ഈ വചനത്തിലൂടെ ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, ഈ മാർഗം ആരംഭിച്ചത് അത്ഭുതങ്ങളിലൂടെയാണെങ്കിൽ, അടയാളങ്ങളിലൂടെയാണെങ്കിൽ, വീര്യപ്രവർത്തികളിലൂടെയാണെങ്കിൽ, അത്ഭുത സൗഖ്യങ്ങളിലൂടെയാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവം പറയുന്നു, I will show you wonders. I will show you marvelous things. ഞാൻ നിന്നെ അത്ഭുതകരമായത്, ആശ്ചര്യകരമായ കാര്യങ്ങൾ ഇനിയും കാണിക്കാം. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കൾ ആ കരങ്ങളൊന്ന് ഉയർത്തിയ ദൈവത്തോട് പറയും, കർത്താവേ, എനിക്കത് കാണാൻ ആഗ്രഹമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ചെയ്യാൻ പോകുന്ന എൻ്റെ ശുശ്രൂഷയിൽ, എൻ്റെ ശുശ്രൂഷ മണ്ഡലത്തിൽ എൻ്റെ ദൈവം ചെയ്യാൻ പോകുന്ന ആശ്ചര്യകരമായ കാര്യങ്ങൾ കാണാൻ എനിക്ക് കൊതിയുണ്ട്. ആഗ്രഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവം. വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ അവനെ അത്ഭുതങ്ങൾ കാണിക്കും. ആരെയാ കാണിക്കുന്നത്? ആ അധ്യായത്തിന്റെ പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, പ്രാർത്ഥിക്കുന്നവനെ ദൈവം അത്ഭുതങ്ങൾ കാണിക്കും. മനസ്സിലായോ? ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായിട്ട് കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ലെങ്കിലും, കൂടെ മുട്ടുമടക്കാൻ ആരുമില്ലെങ്കിലും, കൂടെ ഉപവസിക്കാൻ ആരുമില്ലെങ്കിലും, ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ഇതെന്റെ നിയോഗമാണെന്ന്, ഇതെന്റെ ഉത്തരവാദിത്തമാണെന്ന്, തകരുന്ന തലമുറയ്ക്ക് വേണ്ടി, തകരുന്ന സമൂഹത്തിന് വേണ്ടുന്ന തിരിച്ചറിവോടുകൂടെ, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നവനെ നോക്കി ദൈവം പറയുന്നു, I will show you wonders. ഒരാശയ്ക്കും വകയില്ലാത്തതിന് നടുവിലും ഇന്ന് പകൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, ഒരു അത്ഭുതങ്ങളുടെ ദൈവമുണ്ട്. അതുകൊണ്ടാണ് 77-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് 14-ാം വാക്യം, യഹോവേ, നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമാകുന്നു. നമ്മുടെ ദൈവം വലിയവനാണ്, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. ആർക്കു വേണ്ടിയാ ദൈവം അത് ചെയ്യുന്നത്? സ്തോത്രം. നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട്, എല്ലാവരും ഉണ്ടെങ്കിൽ ഞാനും ഉണ്ട് അല്ലേ? ഉപവാസ പ്രാർത്ഥന, ഞാനും ഒരു സഭാ പാസ്റ്ററാണ്,
കഴിഞ്ഞ 37 വർഷമായിട്ട് അനുഭവത്തിന് വെളിച്ചത്തിൽ എനിക്ക് പറയാൻ കഴിയും, സഭയിലൊരു 10 ദിവസത്തെ 21 ദിവസത്തെ ഉപവാസമൊക്കെ വെച്ചാൽ അവസാനത്തെ ദിവസങ്ങളിൽ കുറേ ആളുകൾ കൂടുതൽ വരും. ചിലരെങ്കിലും പറഞ്ഞുകൊണ്ട് വരുന്ന എന്താണെന്നറിയാവോ, ഇതുവരെ ഒന്ന് പോകാനൊത്തില്ല, ഒന്ന് പോയി നോക്കാം, ഒന്ന് പോയി കളയാം. പലരും പോയി, എനിക്കൊരു ദിവസം ഒന്ന് പോകാനൊത്തില്ല. അങ്ങനെ പലരുടെയും കൂടെ ഒരാളായി എവിടെയോ ഹാജര് വെക്കാൻ വരുന്നവരെ നോക്കി അല്ല ദൈവം അത് പറഞ്ഞത്. ആരും കൂടെ മുട്ടുമടക്കാൻ ഇല്ലാത്തപ്പോ വീടിനകത്ത് പോലും നിന്നോട് കൂടെ മുഴങ്കാല് മടക്കാൻ മറ്റൊരാളില്ലാത്ത സാഹചര്യത്തിന് നടുവിലും അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച് ജീവനുള്ള ദൈവത്തെ അവൻ മുറുകെ പിടിക്കുന്ന ദൈവ പൈതലിനെ നോക്കി ദൈവം പറയുന്നു, നിന്നെ ഞാൻ എൻ്റെ അത്ഭുതങ്ങൾ കാണിക്കാം. സ്തോത്രം. ഞാൻ ആ വാക്യം വായിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ വേദപുസ്തകം ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ദൈവം ചിലരോട് പറഞ്ഞു ഞാനിത് ചെയ്യാം. ആർക്കു വേണ്ടിയാ ദൈവം അത്ഭുതം ചെയ്യുന്നത്? ഒന്ന്, മീഖായുടെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ദൈവം അത്ഭുതം ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നവന് വേണ്ടിയാണ്, ദൈവമുഖത്തേക്ക് നോക്കുന്നവന് വേണ്ടിയാണ്. ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യം, നമ്മുടെ ദൈവം ആർക്ക് വേണ്ടിയാണ് അത്ഭുതം ചെയ്തെന്ന് അറിയാമോ? ആമേൻ. ഗിദെയോൻ എന്ന ഒരു യൗവനക്കാരൻ അവന്റെ ധാന്യം മെതിച്ചെടുക്കാൻ ആമേൻ സാധാരണ ആളുകൾ ചെയ്യാത്ത തരത്തിൽ ബുദ്ധിപൂർവമായി ചില നടപടികളൊക്കെ കൈക്കൊള്ളുമ്പോഴാണ് ദൈവത്തിന്റെ ദൂതൻ അവന്റെ അടുക്കൽ പ്രത്യക്ഷനായി അവനോട് സംസാരിക്കുന്നത്. എനിക്ക് ആ സംസാരത്തിൽ ഗിദെയോൻ തന്നോട് സംസാരിച്ച ദൈവത്തോട് ചോദിക്കുന്ന പ്രസക്തമായൊരു ചോദ്യം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവമക്കളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. അവൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ദൈവത്തിന് സ്തോത്രം, ആമേൻ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ എവിടെ? പിതാക്കന്മാരുടെ കാലത്ത് അവൻ ചെയ്തു എന്ന് പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിട്ടുള്ള അവന്റെ അത്ഭുതങ്ങൾ എവിടെ? ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന് സ്തോത്രം, അവൻ ജീവനുള്ള ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തിക്കു വേണ്ടി അവൻ ഗിദെയോനെ പോലെ ഉള്ളം കൊതിക്കുന്ന ആരെങ്കിലും ആളുകൾ, ദൈവപ്രവൃത്തി കാണാൻ ഇത്രയും ആവലോടെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ആളുകൾ എന്നെ കേൾക്കുന്നോ? ആത്മാർത്ഥമായിരുന്നു ഗിദെയോന്റെ ചോദ്യം. അത് പരിഹാസമായിരുന്നില്ല. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ തട്ടി അവൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ദൈവം ഒരത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തെ, വീര്യം പ്രവർത്തിക്കുന്ന ദൈവത്തെ, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവത്തെ ഞങ്ങൾ സേവിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഈ അപമാനത്തിലും നിന്നയിലും ഈ ആമേൻ ശത്രുവിന്റെ ഭീതിയിലും കഴിയേണ്ടി വരുന്നു? അവിടെ ഒരു വാചകമുണ്ട്, അപ്പോൾ യഹോവ അവനെ നോക്കി. ഇന്ന് രാവിലെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, എല്ലാവരും പറയുന്നത് പോലെ പറയുന്ന, എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന ഒരുവനെയല്ല, വ്യത്യസ്തമായി ചിന്തിക്കാൻ ആഗ്രഹത്തോടെ ജീവനുള്ള ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ആവലോടെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ നോക്കിയിട്ട് ദൈവം പറയുന്നു, ആ അത്ഭുതങ്ങളുടെ ദൈവം ഞാൻ തന്നെയാണ്, ആ അത്ഭുതങ്ങളുടെ ദൈവം ഞാൻ തന്നെയാണ്, നിന്റെ പോലെ ഒരുവനെ കാത്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ ദൈവവൈതലേ, ഈവനുള്ള ദൈവം, നീ സേവിക്കുന്ന ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് വെളിപ്പെടുത്തി തരാൻ കൊതിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതൻ അവനോട് സംസാരിക്കുമ്പോൾ മീഖാ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ഗ്രഹം ഇസ്രായേലിൽ എന്തുള്ളൂ? മനശയിൽ, എൻ്റെ ഗോത്രത്തിൽ എൻ്റെ ഗ്രഹം ഒന്നുമില്ല, എളിയതാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ നോക്കിച്ചു പറഞ്ഞു, മോനെ, ഞാൻ കുലം നോക്കി പ്രവർത്തിക്കുന്ന ദൈവമല്ല, ഞാൻ ജാതി വംശം നോക്കി പ്രവർത്തിക്കുന്ന ദൈവമല്ല. ജീവനുള്ള ദൈവത്തിന്റെ അത്ഭുതം കാണാൻ കൊതിക്കുന്നവൻ ആരാണോ അവര് വേണ്ടിയാണ് എൻ്റെ കരം ചലിക്കുന്നത്. ഇന്ന് രാവിലെ നിങ്ങളുടെ പശ്ചാത്തലം എന്തുമാകട്ടെ, നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, ഹല്ലേലൂയ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കുന്ന ഒരു ദൈവം, വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം. അതാണ് നമ്മുടെ ദൈവം. ഇന്ന് രാവിലെ എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കും? നമ്മുടെ പശ്ചാത്തലം ഏതുമാകട്ടെ,
ഒരുപക്ഷെ ഗദയോൻ അതുവരെ ചിന്തിച്ചിരുന്നത് ദൈവം അത്ഭുതം ചെയ്യുന്നതൊക്കെ വലിയ വലിയ ആളുകൾക്ക് വേണ്ടിയാണ്, ഭയങ്കരന്മാരായവർക്ക് വേണ്ടി എന്തോ ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഗദയോൻ മനസ്സിൽ കണ്ടത്. അവൻ സ്വയം ചോദിച്ചു, എൻ്റെ ഗ്രഹത്തിൽ, എൻ്റെ കുലത്തിൽ ഏറ്റവും എളിമപ്പെട്ട എനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ ദൈവത്തിന് കഴിയും? ഞാൻ ഇന്ന് പകൽ പറയുന്നു, എൻ്റെ ദൈവം വലിയവനായ ദൈവമാണെങ്കിലും എളിയവനെ കടാക്ഷിക്കുന്ന ദൈവമാണ്. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ദൈവമാണ്. ദരിദ്രന്റെ ആശ നിഷേധിക്കാത്ത ദൈവമാണ്. ഇന്ന് പകലും വിശ്വസിക്കുമെങ്കിൽ ദൈവം പറയുന്നു, ഐ വിൽ ഷോ യു വണ്ടേഴ്സ്. ഞാൻ നിന്റെ അത്ഭുതങ്ങൾ കാണിക്കാം. അപ്പോൾ ആർക്കു വേണ്ടിയാണ് ദൈവം ഇത് ചെയ്യുന്നത്? അവൻ്റെ അത്ഭുതങ്ങൾ എവിടെയെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി ചോദിക്കുന്ന ഒരു ജനത്തിന് വേണ്ടി. സ്തോത്രം. ഈ ചോദ്യം പല പ്രാവശ്യം നമ്മൾ കാണുന്നു. യെശയ്യാ പ്രവചനം 63:11 മുതൽ 15 വരെ വാക്യങ്ങൾ ദൈവജനം, ഇസ്രായേൽ മക്കളുടെ തലമുറകൾ പിൽക്കാലത്ത് ചോദിക്കുന്നു. എന്താണ് അവർ ചോദിക്കുന്നത്? മോശയുടെ കാലമായ പുരാതന കാലം ഓർത്ത് ജനം പറഞ്ഞത്, തൻ്റെ ജനത്തെ ഇടയനായ മോശയോടുകൂടെ സമുദ്രത്തിൽ നിന്ന് കയറ്റിയ ദൈവം എവിടെ? അവരുടെ ഇടയിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകി വീര്യം പ്രവർത്തിച്ച ദൈവം എവിടെ? ദൈവത്തിന് സ്തോത്രം. ആഴങ്ങളിൽ കൂടെ ഒരു കുതിരയെ പോലെ അവരെ ഇടറാതെ നടക്കുമാറാക്കിയ ദൈവം എവിടെ? ഇന്ന് രാവിലെ അവൻ പെന്തക്കോസ്തിന്റെ തലമുറ ആ ചോദ്യം ചോദിച്ചെങ്കിൽ രക്ഷപ്പെട്ടെന്നാ ഞാൻ പറയുന്നത്. നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് അത്ഭുതം ചെയ്ത ഒരു ദൈവത്തെ കാണാൻ കൊതിയുള്ള എത്ര തലമുറകൾ ഇന്നുണ്ട്. അന്ന് അവരെ നടത്തിയ അതേ ദൈവം, ആ ദൈവം പറയുന്നു, ഞാനിതും ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രവൃത്തിയൊന്നും തീർന്നു പോയിട്ടില്ല. എന്താണ് ദൈവം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട കാലത്ത് തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്ത അത്ഭുതം? 2-3 കാര്യങ്ങൾ വേഗത്തിൽ സമയപരിധിയിൽ ഓർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, നമ്മൾ വായിക്കുന്നത് ദ വണ്ടേഴ്സ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, വർധനവിൻ്റെ അത്ഭുതമാണ് ദൈവം ചെയ്തത്. നിങ്ങൾക്ക് ആ പശ്ചാത്തലം അറിയാം. പുറപ്പാട് പുസ്തകം 1-2 അധ്യായങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കണം. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട കാലത്ത് ദൈവം തന്നെ ജനത്തിന് വേണ്ടി ചെയ്ത ഒന്നാമത്തെ അത്ഭുതം വർധനവിൻ്റെ അത്ഭുതമാണ്. വളരാൻ അനുവദിക്കില്ലെന്ന്, ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് വാത് കെട്ടിയ നിയമം കൊണ്ടുവന്ന് തൻ്റെ ജനത്തെ നൈൽ നദിയുടെ ആഴങ്ങളിലേക്കും അവിടുത്തെ മുതലകൾക്കിരയായും എറിഞ്ഞുകൊടുത്ത ഫറവോനോട് എൻ്റെ ദൈവം പറഞ്ഞില്ല, നിന്റെ ഒരായുധങ്ങളും പോരാ എൻ്റെ ജനത്തെ തകർത്ത് കളയാൻ. നീ അവരെ എത്ര പീഡിപ്പിക്കുന്നോ അത്രത്തോളം ഞാൻ എൻ്റെ ജനത്തെ വളർത്തും. ഇന്ന് രാവിലെ ദൈവപൈതലേ, എതിർപ്പിന്റെ നടുവിൽ, ഭീഷണികളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാവിലെ സന്തോഷത്തോടെ ആ ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയും? വളർത്തില്ലെന്ന് പറയുന്നവന്റെ അരമനയ്ക്കകത്ത് വളർത്താൻ കഴിയുന്ന ദൈവം, വളർത്തില്ലെന്ന് പറയുന്നവന്റെ ദേശത്ത് തൻ്റെ ജനത്തെ വളർത്തുന്ന ദൈവം. നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം എത്ര മഹത്വമുള്ളതല്ലേ. ഞാൻ ഒരു കാര്യം ദൈവമക്കളോട് പറയാം. ദൈവസഭ ഇന്നുവരെ ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അതാരുടെ ഔദാര്യം കൊണ്ട് വളർന്നതല്ല, എതിർത്തവന്റെ നടുവിൽ വളർത്തിയ ഒരു ദൈവം ഉള്ളത് കൊണ്ട് വളർന്നതാ. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഓർത്തു നോക്ക്. വ്യക്തിപരമായി നമ്മുടെയൊക്കെ ജീവിതത്തിലും അത് ശരിയാ, ശുശ്രൂഷയിലും അത് ശരിയാ. വളർത്തില്ലെന്ന്, വളരാൻ അനുവദിക്കില്ലെന്ന് പറയുന്നവന്റെ മുമ്പിൽ നിന്നെ വളർത്താൻ കഴിയുന്ന, നിന്നെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. വ്യക്തിപരമായി ഞാൻ ആ ദൂത് ദൈവമക്കളോട് പങ്കുവെക്കുന്നു. മുമ്പേ കർത്താവിന്റെ ദാസൻ ഇവിടെ സംസാരിച്ചപ്പോൾ ആ വചനം ഉറപ്പിച്ച് തന്നു. ഞാൻ ഈ ഹാളിലേക്ക് കയറി വരുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട കൊയറംഗങ്ങൾ പാടുന്ന പാട്ടും
ഈ ദൂതിനെ ഉറപ്പിച്ചു തന്നു. ദൈവത്തിന് സ്തോത്രം. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് രാവിലെ ദൈവ പൈതലേ, ആരുടെ അനുകമ്പ കൊണ്ട്, ഔദാര്യം കൊണ്ട് നീ ഇതുവരെ എത്തിയതല്ല. പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. ഈ രാവിലെ എത്ര പേരത് വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം പറയും? വളർത്തില്ലെന്ന് പറയുന്നവരുടെ നടുവിൽ നിങ്ങൾക്കറിയാലോ പ്രിയപ്പെട്ടവരെ, മോശയുടെ ജനനകാലത്ത് ഒരു ഇസ്രായേലിയ കുടുംബങ്ങളിൽ ഒരു കുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങൾ വളരരുതെന്ന് ഫറവോൻ കൽപ്പനയിട്ട കാലം. അപ്പോഴാണ് മോശ ജനിച്ചത്. അമ്മയപ്പന്മാർ ആ മകന്റെ മുഖത്തേക്ക് നോക്കി ദിവ്യമായൊരു സൗന്ദര്യം അവർ അവനിൽ കണ്ടു. അതുകൊണ്ടാണ് എഴുതിയത് അവൻ ദിവ്യസുന്ദരനായിരുന്നു. അത് നിമിത്തം ആ കുഞ്ഞിനെ എല്ലാവരും എറിയുന്നത് പോലെ നൈൽ നദിയിൽ എറിയാതെ, ആമേൻ, മരണത്തിന് വിട്ടുകൊടുക്കാതെ ആ അമ്മയപ്പന്മാർ ആ കുഞ്ഞിനെ 3 മാസം വളർത്തി. ഇന്ന് രാവിലെ ഞാൻ ദൈവമക്കളോട് പറയുന്നു, ആമേൻ, ദൈവത്തിന് സ്തോത്രം. നിന്നെ കൊണ്ട് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ഏത് ചീങ്കണ്ണിയുടെ വായിൽ നിന്ന്, മുതലയുടെ വായിൽ നിന്ന്, കാട്ടാനയുടെ കൊമ്പുകൾക്കിടയിൽ നിന്ന്, കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നിന്ന് നിന്നെ വിടുവിക്കാൻ ഇന്ന് രാവിലെ എൻ്റെ ദൈവത്തിന് കഴിയും. വളർത്താൻ ദൈവം തീരുമാനിച്ചവരെ ദൈവം വളർത്തുക തന്നെ ചെയ്യും. മോശയുടെ ജീവിതം നിങ്ങൾക്കറിയാം. ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒടുവിൽ ദൈവം തമ്പുരാൻ ഒരു കാര്യം കൂടെ തീരുമാനിച്ചു. ഇസ്രായേലിലെ ആൺകുട്ടികൾക്ക് ജീവിക്കാൻ അനുവാദമില്ലെന്ന് പറഞ്ഞവന്റെ കൊട്ടാരത്തിനകത്ത് തന്നെ മോശയെ വളർത്താൻ ദൈവത്തിന് തീരുമാനമായി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ ദൈവമക്കൾ എത്ര പേര് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കും? നമ്മൾ സേവിക്കുന്ന ദൈവം ഒരു പരാജയപ്പെട്ട ദൈവമല്ല. നമ്മൾ ഇറങ്ങിത്തിരിച്ച മാർഗം ഒരു പരാജയപ്പെട്ട മാർഗമല്ല. ഇല്ലാതാക്കാൻ ശ്രമിച്ചവന്റെ തലയ്ക്ക് മീതെ വളരുമാറാക്കിയ ഒരു ദൈവമാണ്. ഇന്നും അത് ചെയ്യുന്ന ഒരു വലിയവനായ ദൈവം. സ്തോത്രം. ദൈവം വളർത്തുന്ന ദൈവമാണ്, വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്, പെരുക്കുന്ന ദൈവമാണ്, വിശാലത വരുത്തുന്ന ദൈവമാണ്. സ്തോത്രം. തൻ്റെ ഹിതമൊക്കെയും ചെയ്യാൻ അധികാരമുള്ള ദൈവമാണ്. രാവിലെ എല്ലാ ദൈവമക്കളും ആ വചനം ശ്രദ്ധിച്ചുകൊള്ളുക. 2, വളരെയേലെന്ന് പറഞ്ഞിടത്ത് വളർത്തി ദൈവം. അതാണ് നമ്മുടെ ദൈവം. അതാണ് ദൈവം ചെയ്ത ഒന്നാമത്തെ അത്ഭുതം. മനസ്സിലായോ? 2, ആ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്ത കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 16-ാം വാക്യം. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ആ ദൈവം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട കാലത്ത് തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്ത അത്ഭുതം എന്താണ്? അവൻ അവർക്ക് വേണ്ടി ഒരു പെരുവഴി തുറന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. വഴിയില്ലാത്ത മരുഭൂമിയിലും പെരുവെള്ളത്തിലും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന്, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട നാളിൽ ഇസ്രായേലിനുണ്ടായിരുന്നതുപോലെ അശൂരിൽ നിന്ന് അവന്റെ ജനത്തിൽ ശേഷിപ്പിന് ഒരു പെരുവഴി ഉണ്ടാക്കും. ദൈവമക്കൾ, ആ വാക്യത്തിന്റെ ആശയം മനസ്സിലായോ? മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട കാലത്ത് ദൈവം ചെയ്ത അത്ഭുതം ഞാൻ കാണിക്കാവുന്ന ദൈവം പറഞ്ഞില്ലേ? ഒന്നാമത്തെ അത്ഭുതം വളർത്തില്ലെന്ന് പറയുന്നവരുടെ നടുവിൽ വളർത്തുകയാണ്. ഭാരതത്തിൽ ഇന്ന് ദൈവസഭയുടെ മുൻപിലുള്ള ഭാവി ഇരുളടഞ്ഞതാണെന്നോ, ആശയില്ലാത്തതാണെന്നോ, പ്രതിസന്ധികൾ നിറഞ്ഞതാണെന്നോ പലരും പറയുമ്പോൾ ഒരുപക്ഷെ വസ്തുതകൾ ചിലതൊക്കെ അതിനകത്തുണ്ടാകാം. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ വിളിച്ചു പറയുന്നു, അതിന് നടുവിലും അത്ഭുതങ്ങളെ ചെയ്യാൻ മിസ്രയീമിൽ ഞെരുക്കും തോറും, പീഡിപ്പിക്കും തോറും തൻ്റെ ജനത്തെ വളർത്തിയ ദൈവം. 2, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട കാലത്ത് ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്ത അത്ഭുതം എന്താണെന്നറിയാവോ? അതവിടെ വായിച്ചത്. മരുഭൂമിയിലും പെരുവെള്ളത്തിലും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട കാലത്ത് തൻ്റെ ജനത്തിന് ദൈവം ഒരു പെരുവഴി ഉണ്ടാക്കി. ഞാനിങ്ങനെ പറയുന്നു സഹോദരങ്ങളെ, വഴിയില്ലാത്തിടത്ത് നിനക്ക് വേണ്ടി വഴി തുറക്കാൻ തൻ്റെ ദൈവം വിശ്വസ്തനാണ്. എനിക്കറിഞ്ഞുകൂടെ എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവമക്കൾ പലരും പല വിഷയങ്ങളുടെ മുമ്പിൽ ഭാരപ്പെടുന്നവരാണ്. നാളെ എന്തെന്ന ചോദ്യം എന്നെ കേൾക്കുന്ന പലരുടെയും മുമ്പിലുണ്ട്. അടുത്ത ചുവട് എങ്ങനെ വെക്കുമെന്ന്, എവിടെ വെക്കുമെന്നറിയാതെ ഭാരപ്പെടുന്ന ചിലരുണ്ട്. പരിശുദ്ധാത്മ നിയോഗത്തോടെ ഞാൻ പറയുന്നു, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട കാലത്ത് ജനത്തിന് നടക്കാൻ വഴിയുണ്ടാക്കിയത് ദൈവമാണെങ്കിൽ, മരുഭൂമിയിലൂടെ അവരെ നടത്തിയത് ദൈവമാണെങ്കിൽ, ചെങ്കടലിലൂടെ അവരെ കടത്തിയത് ദൈവമാണെങ്കിൽ,
ഉറബ ശാന്തല അറിയാതില്ല. ആ ദൈവത്തിന് ഭാരപ്പെടുന്ന മാതാവേ, പിതാവേ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിലും ഒരത്ഭുതം ചെയ്യാൻ കഴിയും. ഇന്ന് പകൽ വിശ്വസിക്കുക, അതാണ് ദൈവം തന്ന വാഗ്ദത്തം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് പങ്കുവെക്കാൻ കർത്താവിനെ ഏൽപ്പിച്ച ദൂത് ഞാൻ വിളിച്ചു പറയുന്നു. നീ അത്ഭുതങ്ങൾ കാണും. വഴിയില്ലാത്തടത്ത് വഴി തുറക്കുന്ന, നടക്കാൻ ഇടമില്ലാത്തടത്ത് ചുവട് വെക്കാൻ ഇടമില്ലാത്തടത്ത് വഴി തുറക്കുന്ന ഒരു ദൈവത്തെ നീ കാണും. നീ കാണും. നീ കാണും. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. സ്തോത്രം. വഴിയില്ലാത്തടത്ത് ഊടുവഴിയിലൂടെ നടത്തിയെന്നല്ല, പെരുവഴിയിലൂടെ നടത്തിയെന്ന്. ദൈവം ഒരു വഴി തുറന്നാൽ അതേറ്റവും ശ്രേഷ്ഠമായിരിക്കുമെന്ന് അനുഭവമുള്ള ദൈവമക്കൾ ആ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എൻ്റെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. I will show you wonders as in the days when you came out from the land of Egypt. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട കാലത്ത് എന്നതുപോലെ ദൈവം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട കാലത്ത് ജനത്തിന് ചെയ്ത അത്ഭുതം എന്താണെന്നറിയാവോ? The miracle of protection, സംരക്ഷണത്തിന്റെ അത്ഭുതം. നിങ്ങൾക്കറിയാം, സുസജ്ജമായ സൈന്യമില്ല, ആയുധം കൈകാര്യം ചെയ്യാൻ ആളുകളില്ല. സ്തോത്രം. ആകെ ഏറിയ 400 വർഷത്തിലധികം അടിമവേല ചെയ്ത ഒരു ജനം ഇറങ്ങിത്തിരിച്ചതാണ്. അതിന് നടുവിൽ ദൈവം അവരോട് പറഞ്ഞില്ല, നിങ്ങളുടെ സംരക്ഷണം നിങ്ങളുടേതല്ല, വിളിച്ചിറക്കിയ എൻ്റെ കാര്യപരിപാടിയാണ്. ഇന്ന് രാവിലെ ദൈവ ശബ്ദം കേട്ട് വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയ ദൈവ പൈതലേ, നിന്നെ കരുതാൻ, നിന്നെ സംരക്ഷിക്കാൻ ഇവിടെ ആരുമില്ലെന്ന് വന്നാലും കരുതുന്ന, സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു ദൈവമുണ്ട്. പകൽ മേഘസ്തംഭത്തിലൂടെ, രാത്രി അഗ്നിസ്തംഭത്തിലൂടെ തൻ്റെ ജനത്തെ നടത്തിയ ഒരു ദൈവം. നിങ്ങൾക്കറിയാമല്ലോ ദൈവം അവർക്ക് കൊടുത്ത സംരക്ഷണം എത്ര വലിയതായിരുന്നു. 4, the miracle of provision, കരുതലിൻ്റെ അത്ഭുതം ദൈവം ചെയ്തു. അടുത്ത നേരം എന്ത് കഴിക്കുമെന്നറിയാതെ, അടുത്ത നേരം എവിടെ നിന്ന് കുടിക്കുമെന്നറിയാതെ മരുഭൂമിയിലൂടെ നടന്ന ജനത്തിന് സപ്ലൈ ലൈൻ മുറിഞ്ഞു പോയത് കൊണ്ട്, ദൈവത്തിന്റെ ഭാഗത്ത് വീഴ്ച വന്നതുകൊണ്ട് ഒരൊറ്റ നേരം പോലും അവർ പട്ടിണി കിടക്കേണ്ടി വന്നില്ല. ആമേൻ. ദൈവം അവരോട് എന്നും വിശ്വസ്തനായിരുന്നു. പിതാക്കന്മാർ ആരും കഴിച്ചിട്ടില്ലാത്ത മന്ന കൊണ്ട് പോഷിപ്പിച്ച ദൈവം, പാറയിലെ വെള്ളം കൊണ്ട് അവരെ പോഷിപ്പിച്ച ദൈവം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അവരുടെ ഇടയിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ലെന്ന് പറയത്തക്ക നിലയിൽ ദൈവത്തിന്റെ അത്ഭുത കരുതൽ. സ്തോത്രം. ഇവിടെ എത്ര ഉള്ളവനും എപ്പോഴെങ്കിലുമൊക്കെ ഇല്ലായ്മ വരാം. പക്ഷെ ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾ പറയുന്നു, ഒരൊറ്റ നേരം പോലും മന്ന മുടങ്ങിപ്പോയില്ല. ദൈവം കരുതുന്ന ദൈവമാണ്. അവരുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പ്, അവർ ധരിച്ച വസ്ത്രം, അവർ കഴിച്ച ആഹാരം, അവർ കുടിച്ച വെള്ളം, അതെല്ലാം അത്ഭുതമായിരുന്നില്ലേ? അത്ഭുതമല്ലായിരുന്നോ? കാലിലെ ചെരുപ്പ് തേഞ്ഞു പോകാതെ, വസ്ത്രം പഴകാതെ, ആമേൻ, വിശപ്പ് അനുഭവിക്കാനിട വരാതെ അവരെ കരുതിയ ഒരു ദൈവം. ആ ദൈവം നിന്നോട് പറയുകയാണ്, അന്ന് എൻ്റെ ജനത്തെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച കാലത്ത് എൻ്റെ ജനത്തിനു വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തോ അതെല്ലാം ഞാൻ ചെയ്യാം. അതെല്ലാം ഞാൻ ചെയ്യാം. 4 കാര്യം ഞാൻ ഓർപ്പിച്ചു. 1, വളരില്ലെന്ന്, ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പറയുന്നിടത്ത് ഏറ്റവും ശക്തിയോടെ ദൈവം തന്നെ ജനത്തെ വളർത്തി. 2, വഴിയില്ലാത്ത ഇടത്ത് തൻ്റെ ജനത്തിന് നടന്നു പോകാൻ പെരുവഴി തുറന്ന് അവരെ അത്ഭുതം ചെയ്ത് മാനിച്ച ദൈവം. 3, അവരുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത കാലത്ത് അഗ്നിസ്തംഭവും മേഘസ്തംഭവുമായി ദൈവം മുൻപടയായി പിൻപടയായി അവരെ പരിപാലിച്ച സംരക്ഷണം. 4, ആരും കരുതാനില്ലാത്ത നാളുകളിൽ മരുഭൂമിയിൽ തൻ്റെ ജനത്തെ കരുതിയ ഒരു ദൈവം. ഇന്ന് രാവിലെ ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കൾ ഈ വചനം ഒന്ന് വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമോ? നിങ്ങൾ ഏത് വിഷയത്തിന് മുമ്പിലാണ്, ഏത് സാഹചര്യത്തിലാണ് എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ ദൈവത്തിനറിയാം. ഇന്ന് പകൽ ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ചില ഹൃദയങ്ങളോട് ശക്തമായി ഇടപെടുകയാണ്. വ്യക്തമായി പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. കർത്താവിന് സ്തോത്രം. ഈ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യട്ടെ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ണാലെ കാണാൻ, ജീവിതത്തിൽ അനുഭവിക്കാൻ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ശ്രോതാക്കൾക്കും ഇടവരട്ടെ. നിങ്ങൾ ഇങ്ങനെ ഒരു ദൈവത്തെ ഇതുവരെ അറിയാത്തവരെന്നെ കേൾക്കുന്നെങ്കിൽ
ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആമേൻ. പ്രവൃത്തി 4:30 അങ്ങനെ പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുന്നതിനാൽ നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണം. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾ കാണാൻ അനുഭവിക്കാനും ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ വിരാമം കുറിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.